ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ വരാനിരിക്കുന്ന വിശേഷമാണ്. ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പ്രമോ വിശേഷം, അതായത് നാളത്തെ പ്രമോ വിശേഷം നമ്മൾ വൈകിട്ടൊരു 9-9:30 കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് എന്ന് ഉച്ചയ്ക്ക് കേൾക്കുന്ന വരാനിരിക്കുന്ന വിശേഷത്തിൻ്റെ ബാക്കി വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവയാനിയും നയനയും ആകെ സംഘർഷ അവസ്ഥയിലാണ്. കാരണം ആ ഒരു കുട്ടി ഇപ്പോൾ ആദർശിൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദർശാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു സിറ്റുവേഷനിലാണുള്ളത്. അങ്ങനെ നമ്മുടെ ദേവയാനി അന്വേഷിച്ചിറങ്ങി. തൻ്റെ മകൻ ഒരിക്കലും ഈ ഒരു ചതി ചെയ്യില്ലെന്നറിയാം. അതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയപ്പോൾ അനഘയുടെ വീട്ടിൽ ചെന്ന് അനഘയുടെ അനിയത്തിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സത്യത്തിൽ അഭിയാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് തെളിഞ്ഞു. ഏതായാലും ഇത് നമ്മുടെ നയനയോട് പോയി പറയുകയും നയനെ തിരിച്ച് അനന്തപുരി തറവാട്ടിൽ എത്തുകയും ചെയ്യുകയാണ്. പക്ഷേ അവിടെ നമ്മുടെ നവ്യ ഈ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നയനയും കൂടി ചേർന്ന് ഈ ഒരു സത്യങ്ങളൊക്കെ മറച്ചു വെക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടും അല്ല ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്. തൻ്റെ ചേച്ചിയുടെ സേഫിനെ കരുതി തന്നെയാണ്. തൻ്റെ ചേച്ചി ഇനിയിപ്പം വല്ല കടുങ്കൈ ചെയ്യുവോ? അതുമല്ല, അഭിയും നമ്മുടെ നവ്യയും നല്ല രീതിയിൽ തന്നെ ജീവിച്ചു വരികയാണ്. ഇത് കണ്ടിട്ട് കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇടയ്ക്ക് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തകർന്നു പോവില്ലേ? ഇതിപ്പം ആദർശ നയനയ്ക്കും അറിയാം അഭിയുടെ കുഞ്ഞാണെന്ന്. അപ്പം പിന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. നയന എല്ലാം സഹിക്കുന്നവളാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് ആണെന്ന് കരുതിക്കോളുമെന്ന് ഓർത്ത് തന്നെ നയനയും ആദർശും ആ ഒരു തീരുമാനത്തോടു കൂടി മുന്നോട്ടേക്ക് പോവാണ്. അപ്പം ഇതിനിടയിൽ ജലജയൊക്കെ ഒരുപാട് സന്തോഷിച്ചു. ഇനിയിപ്പം നമ്മുടെ നയന തിരിച്ചു വരില്ലെന്ന്. പക്ഷെ നയനയുടെ തിരിച്ചുവരവ് വല്ലാത്തൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ജലജയിൽ. ഏതായാലും ജലജ പറയുക, നാണമില്ലല്ലോടി നിനക്ക്, നീ എന്തിനാടി വീണ്ടും വലിഞ്ഞു കയറി വന്നത്? സ്വന്തം ഭർത്താവ് വേറൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്നറിഞ്ഞിട്ട് പോലും അറപ്പും വെറുപ്പും ഇല്ലാതെ നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അനന്തപുരി തറവാട്ടിൻ്റെ പണം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാടി നീ അനന്തപുരി തറവാട്ടിൻ്റെ പണം ഉദ്ദേശിച്ച ഈ വീട്ടിൽ ഇപ്പം കാലുകുത്തിയതെന്നറിയാം. അപ്പം നിന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ പണം തന്നെയാടി. പണത്തിന് വേണ്ടി നീ എന്ത് ചെറ്റത്തരവും കാണിക്കൂടി. അതുകൊണ്ടാണല്ലോ സ്വന്തം ഭർത്താവിന് അവിഹിതത്തിലൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞിട്ടും നീ അവൻ്റെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നത്. ഞാനെങ്ങാണോ ആയിരിക്കണം. ഇത് കേട്ട ഉടനെ നമ്മുടെ നയന എന്ത് ചെയ്തു? ജലജക്കിട്ട് ഒറ്റ ഒരെണ്ണം കൊടുത്തു. ആരും അവിടെ ഇല്ലായിരുന്നു കേട്ടോ ആ റൂമിൽ. ഒറ്റ ഒരെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു, മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. എന്താ മിണ്ടിപ്പോകരുതെന്ന്? എന്താടി നീ എൻ്റെ കർണക്കുറ്റിക്കിട്ട് അടിച്ചു അല്ലേ? നിനക്ക് എങ്ങനെയാടി ധൈര്യം വന്നത്? എനിക്ക് ധൈര്യം ഉണ്ടടിക്കാൻ, അതുകൊണ്ടാണ് എനിക്ക് ധൈര്യം വന്നത്. ധൈര്യം വന്നു, ഞാൻ അടിച്ചു. ഇത് നമ്മൾ രണ്ടും അറിഞ്ഞാൽ മതി. അതോ ഇനി ഇത് മൂന്നാമതൊരാൾ അറിയണമെങ്കിൽ അറിഞ്ഞോട്ടെ. ദേ മുത്തച്ഛനും മുത്തശ്ശിയും പറയും, അപ്പച്ചിക്ക് ഇങ്ങനെ ഒരു അടി തന്നെങ്കിൽ അത് കാര്യമായി പോയി, അപ്പച്ചിക്ക് കിട്ടാനുള്ള അടിയായിരുന്നു എന്ന്. പിന്നെ അത് അപ്പച്ചിക്ക് നാണക്കേടുമാകും. അതുകൊണ്ട് തന്നെ എന്തിനാ വെറുതെ നാണക്കേട് വരുത്തി വെക്കുന്നത്? പിന്നെ എൻ്റെ ഭർത്താവ് എന്തെങ്കിലും ചെയ്താൽ ഞാൻ അതങ്ങ് സഹിച്ചു. ഇനി കൂടുതൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും വരണ്ട കേട്ടല്ലോ. ഇനി ഇടപെടാൻ വന്നു കഴിഞ്ഞാൽ ഇതല്ലായിരിക്കും ഈ നയനയുടെ മുഖം. ഈ നയനയ്ക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ എന്തും സഹിക്കാനും ക്ഷമിക്കാനും ശേഷിയുള്ള നയന, ആ നയന ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പം ഭർത്താവ് ആരെ കൊന്നു എന്ന് പറഞ്ഞാലും ഞാനങ്ങ് സഹിക്കും. ആ കൊല്ലുന്നയാള് ജലജ അപ്പച്ചി ആകാതിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി. അയ്യോ, നമ്മുടെ ജലജ പേടിച്ചു പോയില്ല. ജലജ ഇത്ര ധൈര്യം ഇവക്ക്? ഇവളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ ഈശ്വര, ഇവക്കെന്താ ഇത്ര ധൈര്യം വന്നത്? അല്ലെങ്കിലും ഏതൊരു പെണ്ണും ചെയ്യുന്ന പരിപാടിയാണ് ഇവള് ചെയ്യുന്നത്. സ്വന്തം ഭർത്താവിന് അവിഹിതത്തിലൊരു കൊച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി താമസിപ്പിക്കുന്നു. എനിക്ക് തന്നെ കേട്ടിട്ട് എന്തോ പോലെ തോന്നുക. ഇനിയിപ്പോൾ ഈ അടി കിട്ടി ആരും അറിയണ്ട. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട. ഒരു പീറ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ചെന്നറിയും. അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് പതുക്കെ അവിടെ നിന്ന് പോയി തടവി പോയിട്ടോ. അപ്പം നമ്മുടെ ജാനകി നോക്കിയപ്പോഴത്തേക്കും ജലജയുടെ കവളിൽ ഒരു 5 കൈ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ജാനകി ചോദിച്ചു, ഇതെന്ത് പറ്റി ജലജ? ഇതെന്താ നിന്റെ മുഖത്ത് പാട് കിടക്കുന്നു? നിന്നെ ആരെങ്കിലും തല്ലിയോ? അത് പിന്നെ എന്നെ ആരും തല്ലിയതല്ല. അതെ, ഭയങ്കര കൊതുക് ശല്യം.
കൊതുക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുക്. അതിന് ഇവിടെ ക്രീമും അതുപോലെ തന്നെ കൊതുക് തിരിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ യൂസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ പിന്നെ AC ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കൊതുക് വരാറില്ലല്ലോ. അത് ഇന്നേ എനിക്ക് AC ഇടാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കൊതുക് വന്നിരുന്നാന്നേ ഞാൻ തന്നെ ഒരു ഒറ്റ അടി കൊടുത്തു. അയ്യോ, കൊതുക് ചത്തുപോയി. ചോര മുഴുവനും ഇവിടെ തീർക്കുകയും ചെയ്തു. ആ ചോര ഇങ്ങനെ തൂത്തപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു പാടൊക്കെ വന്നത്, ചുവന്ന പാടൊക്കെ വന്നതേ. പിന്നെ എൻ്റെ കൈയുടെ ആ ഒരു ഇതാ ഇവിടെ പതിഞ്ഞു കിടക്കുന്നത്. എങ്കിലും സ്വന്തമായിട്ട് ഇത്രയും മുറുക്കെയൊക്കെ ആരെങ്കിലും കൊതുകിനെ തല്ലി ഓടിക്കുവോ? അത് പിന്നെ ചൊറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെ അങ്ങ് തല്ലിയതാ. ഇപ്പൊ ജാനകിക്ക് എന്തൊക്കെയാ അറിയേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയാണ്. അപ്പം നയന് ദേവയാനിയോട് കാര്യങ്ങളൊക്കെ പറയുക, ഇങ്ങനെയാ സംഭവം. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒട്ടും പിടിച്ചിട്ടില്ല അപ്പച്ചിക്ക്. പിന്നെ അത് മാത്രമല്ല, അപ്പച്ചി എൻ്റെ ആദർശേട്ടനെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാമോ? അവൻ വൃത്തികെട്ടവനാണ്, അവന് അവിഹിതത്തിലൊരു കുഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു അമ്മേ. പക്ഷെ അതെനിക്ക് സഹിച്ചില്ല. ഞാൻ എങ്ങനെയാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത്? സഹിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ഒരെണ്ണം കൊടുത്തു. നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കവിളത്ത് 5 വിരലും പതിഞ്ഞ് കിടപ്പുണ്ട്. എനിക്കറിയാം അപ്പച്ചീനെ തല്ലുന്നത് ശരിയല്ലെന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ആ മഹാഭാവി ചുമക്കേണ്ട കുഞ്ഞിനെയല്ലേ എൻ്റെ ആദർശേട്ടൻ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയൊക്കെ തന്നെയാണെങ്കിലും അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുക. എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ ആദർശേട്ടനല്ലേ കൊള്ളരുതാത്തവനായത്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അതുപോലെ ഇപ്പം അച്ഛൻ്റെയും എല്ലാവരുടെയും മുമ്പിൽ, എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ മുമ്പിൽ ആദർശേട്ടൻ തല കുനിച്ച് നിൽക്കണ്ടേ? അതൊക്കെ ഓർത്തിട്ട് സങ്കടം തോന്നുക. പിന്നെ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പം അതും സങ്കടം തോന്നും. ഇനിയിപ്പം എന്താ അമ്മയെ ചെയ്യുക? എൻ്റെ ആദർശേട്ടനെ എല്ലാവരും ആ തട്ടിലല്ലേ കാണുകയുള്ളൂ. മോളെ സാരമില്ല, പോട്ടെ, അതൊക്കെ എല്ലാവരും എല്ലാം അറിയുമല്ലോ. ഏതായാലും ഇത് അധികം നാള് അച്ഛൻ്റെ നിന്നും അമ്മയിൽ നിന്നും മറച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അച്ഛനും അമ്മയും അറിയണം ആദർശ് നിരപരാധിയാണെന്ന്. ആദർശ് ഒന്നും ചെയ്തിട്ടില്ല എന്നറിയണം. അതുകൊണ്ട് തന്നെ ഇത് അച്ഛനോടും അമ്മയോടും പറയാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. മുത്തച്ഛനോടും മുത്തശ്ശിയോടുമോ? അവരോട് പറയണം, അവരറിയണം ഇത്. നിന്റെ മുത്തച്ഛൻ്റെ അവസ്ഥ അറിയാലോ. ഇപ്പം വല്ലാത്ത ഒരു മനസമാധാനക്കേടാ. കാരണം ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ആദർശിനെയാണ്. ആ ആദർശ് ആദർശ് ഇപ്പൊ ഒരു ചതിയന്റെ രൂപത്തിൽ കാണുമ്പം ഏറ്റവും കൂടുതൽ സങ്കടം അത് മുത്തച്ഛന് തന്നെയല്ലേ. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനോട് ഇതെല്ലാം പറയുക. അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ മകൻ ഒരു കോമാളിയെ പോലെ, അതൊന്നും എനിക്ക് സഹിക്കില്ല മോളെ. എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറയാം. ഏതായാലും ഇത് വേറെ ആരും അറിയണ്ട. മുത്തച്ഛനും മുത്തശ്ശി അറിയട്ടെ, അത് തന്നെയാണ് നല്ലത് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ദേവയാനി നേരെ മൂർത്തിയുടെ വസന്തരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ദേവയാനിനെ കണ്ടതും, എന്താ മോളെ, മുക്കെന്തെങ്കിലും പറയാനുണ്ടോ? എന്തു പറ്റി? 2 ദിവസമായിട്ട് മുഖത്തൊരു സങ്കടമൊക്കെ? ആദർശിന്റെ കാര്യം ഓർത്തിട്ടായിരിക്കുമല്ലേ? എനിക്കും അതെ, ഭയങ്കര സങ്കടത്തില. ഞാനും എല്ലാവരുടെയും ചോദ്യത്തിന് എന്തു മറുപടി കൊടുക്കുന്ന പോലും അറിയാത്തത് കൊണ്ടാ പുറത്തൊന്നും ഇറങ്ങാതെ ഞാനിവിടെ ഇരിക്കുന്നത്. മൂർത്തീസ് ജ്വല്ലറി, അത് മാത്രമല്ല അനന്തപുരി തറവാട്ടിലെ ഏറ്റവും തലയെടുപ്പുള്ള കൊച്ചുമകന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ. അത് പിന്നെ അച്ഛ പറയരുത്, ഇനി അങ്ങനെ ഒരിക്കലും പറയരുത്. എന്ത് പറയരുതെന്ന്? നീ എന്താ പറയുന്നത്? അത് പിന്നെ നമ്മുടെ ആദർശ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അവന് നയനയല്ലാതെ വേറൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ കൂടി പറ്റില്ല. അപ്പം പിന്നെ ഇവിടെ നടന്നതൊക്കെ നാടകമാണെന്നാണോ നീ പറയുന്നത്? ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നാടകം തന്നെയാ. അത് ഈ വിവരം ആരോടും പറയരുത്. അച്ഛനോട് ഇത് തുറന്നു പറയാതെ ഇത്രയും ദിവസം നടന്നത് വീർപ്പ് മുട്ടിയാണ്. എൻ്റെ മകനെ എല്ലാവരും പഴിക്കുമ്പോൾ ഒരു വൃത്തികെട്ടവനായിട്ട് കാണുമ്പോഴൊക്കെ എനിക്ക് വല്ലാണ്ട് എന്നൊരു അസ്വസ്ഥത തോന്നുക. അതാ ഞാൻ വന്നത്. നമ്മുടെ ആദർശ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചന്തുമോള് ആദർശിന്റെ കുഞ്ഞല്ല. എന്താ നീ പറയുന്നത്? ആദർശിന്റെ കുഞ്ഞല്ലെന്നോ? ആദർശിന്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ അത് ആരുടെ കുഞ്ഞ? അത് അഭിയുടെ കുഞ്ഞാ. ഇത് കേട്ടതും വസന്തരൊക്കെ ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു ഭാഗം വരെ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. ബാക്കി കഥ ഞാൻ പിന്നെ പറയാട്ടോ. നമ്മുടെ ആദർശ് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ മുമ്പിൽ 1-2 ആഴ്ചയോളം ഒരു വലിയൊരു ദുഷ്ടനെ പോലെ, ഒരു വൃത്തികെട്ടവനെ പോലെ നടന്നു. ഏതായാലും ആ ഒരു ഇതിന് മാറിക്കിട്ടുകയാണ്. മുത്തശ്ശൻ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് വരെ ആദർശിനെ പുറത്താക്കി. അപ്പം അതൊക്കെ എത്രത്തോളം സഹിക്കാൻ പറ്റും നയനയ്ക്കും ദേവയാനിക്കും. അതുകൊണ്ട് തന്നെയാണ് പിടിവിട്ടിട്ട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി കഥയൊക്കെ ആയിട്ട് ഞാൻ നാളെ നാളെ നമുക്ക് കഥയില്ലായിരിക്കും. നാളെ സൺഡേ അല്ലേ. സൺഡേ നമ്മൾ കഥ ചെയ്യാറില്ല, പ്രമോ വിശേഷങ്ങൾ ചെയ്യാറില്ല, ഫുൾ വിശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ നാളെ കഥ കാണത്തില്ല. അപ്പം നമുക്ക് തിങ്കളാഴ്ച കാണാം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ചെറിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. നല്ല നല്ല ചുരിദാറുകളും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസും
സാരീസും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു സംരംഭം. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് ഞാൻ ഇടുന്നത്. വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മളിടുന്ന ഏതെങ്കിലുമൊക്കെ ചുരിദാറുകളോ കുർത്തീസുകളോ അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസോ അതുപോലെ ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് കോംബോ വീഡിയോസും ഒക്കെ ഇടും കേട്ടോ. കോംബോ എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട്, അതായത് ചുരിദാർ, ഷർട്ട്, കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് അപ്പം ആ ഒരു കോംബോ രീതിയിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടാനിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. നമ്മളിപ്പോൾ വെബ്സൈറ്റ് ആയിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ചാനലിൽ മാത്രം ഷോർട്ടായിട്ട് മാത്രമേ ഇടുന്നുള്ളൂ. ചെറിയൊരു രീതിയിൽ ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം. ഒന്ന് കയറി നോക്കുക കേട്ടോ. ചിൽച്ചിൽ ചിന്നുവിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കയറി നോക്കുക. താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ലൈക്ക് അടിച്ചിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.